ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ആദ്യത്തെ ക്ലിപ്പ് കണ്ടില്ലേ? ആ നല്ല മുരിഞ്ഞ് വരുന്ന മീനിൻ്റെ റെസിപ്പി ആയിട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം നിറഞ്ഞേക്കുന്ന ആ വൈറൽ ഫിഷ് ഫ്രൈ. ഇതിനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊരു കുറച്ച് നേരെ ഫ്ലെയിം ഓൺ ആക്കി വെക്കുന്നുള്ളൂ. നമ്മൾ പിന്നെ ഓഫ് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി ആട്ടോ ആഡ് ചെയ്യുന്നത്. എനിക്ക് അത്ര എരിവ് വേണ്ട. ഇനി നമ്മൾ കുറച്ച് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലിയുടെ ഒരു പകുതി മതിയാവും. മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഓർത്തോണം, സ്റ്റൗ ഓഫാണ്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് മെല്ലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മെല്ലെ മിക്സ് ചെയ്ത് ഫ്ലെയിം നല്ല സിമ്മിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും മീഡിയത്തിലോ ഹൈയിലോ ഒന്നും ഇട്ട് കൊടുക്കല്ലേ. വളരെ തീ കുറഞ്ഞിരിക്കണം. നമ്മൾ മെല്ലെ ഇതൊന്ന് മിക്സ് ചെയ്ത് ആ വെളിച്ചെണ്ണയായിട്ട് നല്ല ചാലിച്ചെടുക്കുക. ആ സൈഡിലൊക്കെ ചെറുതായിട്ടിങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന കണ്ടോ? അത്രയും മതിയാവും. നല്ല തിളയ്ക്കൊന്നും വേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നല്ല കനം കുറഞ്ഞരിഞ്ഞ കൊച്ചുള്ളി തന്നെ എടുക്കണം, സവാള വേണ്ട, പാടില്ല. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നത്. ഇതൊക്കെ മസ്റ്റാണ്, ഒരിക്കലും വേണ്ടാന്ന് വെക്കല്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടാവും. ആ ഒരു കളറ് നോക്കിക്കേ. ഇതിപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടേക്കുന്നതുകൊണ്ടാട്ടോ ഇത്ര കളറ്, എന്നാലും വേണ്ടിയില്ല. ഇത് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു മെയിൻ ഐറ്റമാണ്, ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ ഞാൻ പുളി, നമ്മുടെ വാളം പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുക. ആ ഒരു ഗ്രേവി ഇങ്ങനെ ഒന്ന് നല്ലതായിട്ടൊന്ന് സെറ്റാവട്ടെ. ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കാം, കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല അയലക്കുട്ടന്മാരെ 2 അയലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ നമുക്ക് ആ ഗ്രേവി ഈ അയലയുടെ മേലോട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്ഥലവും വിട്ടു പോരുത്. ആ ഇടയ്ക്കൊക്കെ നന്നായിട്ട് ആ ഗ്രേവി കയറ്റണം. 2 മീനിലും സെയിം പ്രോസസ്സ് തുടരാം കേട്ടോ. ഇതെല്ലാം നമ്മൾ സിമ്മിലാണ് ഇട്ട് ചെയ്യുന്നത്. ഒരിക്കലും ഗ്യാസ് സ്റ്റൗ കൂട്ടി വെക്കാൻ പാടില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കൂടുതൽ നേരം വേണ്ട കേട്ടോ, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ. നോക്കിക്കേ, നമ്മൾ തുറന്ന് നോക്കി, തിള വന്നുകൊണ്ടിരിക്കുകയാണ്. മീനിന് വലിയ മാറ്റമൊന്നുമില്ല, സമയമെടുക്കും, കുറച്ച് സമയമെടുക്കുന്ന പ്രോസസ്സാണ് ഈ മീൻ ഫ്രൈ. ഇനി നമ്മൾ വീണ്ടും ഒന്ന് അടച്ച് വെക്കുക. ഇനിയും കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതാരൊക്കെ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഇപ്പോഴാട്ടോ ട്രൈ ചെയ്യുന്നത്. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ട്രൈ ചെയ്യണമെന്ന്. ഞാനൊന്ന് തുറന്നു നോക്കി, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കൊന്ന് മീൻ തിരിച്ചിട്ടാലോ? സൂക്ഷിച്ച് തിരിച്ചിടുക. ഒന്ന് ഫ്ലോപ്പായിപ്പോയി, കുഴപ്പമില്ല. ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. നമ്മുടെ ബാക്കി കിടക്കുന്ന ആ ഗ്രേവി വീണ്ടും നമുക്ക് എല്ലാ മീനിൻ്റെ പുറത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല മണം കേട്ടോ. ഞാൻ 2 മീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഗ്രേവി 2ലും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയിലാണ് കളി മൊത്തം ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാം. ഇനി നമ്മൾ കുക്ക് ചെയ്യണം. സിമ്മിൽ തന്നെ അടച്ചു വെച്ച് ഇടയ്ക്ക് തുറന്ന് നോക്കുക. വീണ്ടും ഇത് തന്നെ ചെയ്യുക. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തുറന്ന് നോക്കുകയാണ്. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നോക്ക്, ആ മീൻ്റെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. സിമ്മിലാണെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. സമയമെടുത്താലും ഉഗ്രനൊരു ഐറ്റമാണ് നമുക്കിപ്പോൾ റെഡി ആവാൻ പോകുന്നത്. ഇത് മാത്രം മതി നമുക്ക് ചോറിനാട്ടോ. ഇത് ഞാൻ വീണ്ടും ഗ്രേവി ഇല്ലാത്ത ഭാഗത്തൊക്കെ ഞാനിങ്ങനെ ഗ്രേവി ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കുറേ നേരം നമ്മൾ കുക്ക് ചെയ്യണം കേട്ടോ, എന്നാലേ ആ ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്ക് എത്തത്തുള്ളൂ. ഗ്രേവി കുറവ് വേണ്ടവർക്ക് നിങ്ങൾ കുറവാക്കിയെടുക്കാം, കൂടുതൽ നേരം ഇട്ട് വറ്റിച്ചെടുക്കാം. എനിക്കൊരിച്ചിരി ഗ്രേവി വേണം, കാരണം എനിക്കിത് മാത്രം കൂട്ടി ചോറിനാനാട്ടോ.
അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത്രയും ഗ്രേവിയിലാട്ടോ വെച്ചേക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം, പക്ഷേ എനിക്ക് ഇത്ര ഗ്രേവിയാണ്, നല്ല ചോർക്ക് കൂട്ടി കഴിക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഓക്കെ, ബൈ.